നമസ്കാരം. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മെഡി ടോക്ക്. ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ മെഡി ടോക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ മെഡി ടോക്ക് ചർച്ച ചെയ്യുന്ന വിഷയം രോഗങ്ങളും ആയുർവേദ ചികിത്സയും എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ധാരാളം അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ ഏത് അസുഖമായിക്കോട്ടെ താഴെ കാണുന്ന നമ്പറിൽ 2 മണി വരെ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം. ഇന്നതേക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആയുർവേദ കളരി പാരമ്പര്യ ചികിത്സാ വിദഗ്ധനായ ശ്രീ ജി മോഹനൻ വൈദ്യനാണ്. അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഏതായാലും പുതുതായി കാണുന്ന പ്രേക്ഷകർക്കായിട്ട് അദ്ദേഹത്തെ നമുക്ക് ഔപചാരികമായിട്ട് തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാരം വൈദ്യരെ. നമസ്കാരം. ആരും തന്നെ ചോദിക്കട്ടെ, ഈ പ്രധാനമായിട്ടും അങ്ങയുടെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത പേഷ്യൻസിനെ പോലും അതില്ലാതെ തന്നെ ട്രീറ്റ് ചെയ്ത് അവരെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് അങ്ങയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഏതൊക്കെ അസുഖങ്ങൾക്കാണ് അങ്ങ് സർജറി ഇല്ലാതെ തന്നെ പൂർണ്ണമായിട്ട് ചെയ്തു വരുന്നത്? കൂടുതലായിട്ട് കണ്ടുവരുന്നത് മുട്ടനീര്, മുട്ടടക്കാൻ വയ്യാതെ വരിക, അതിൽ ലിഗ്മെൻറ്റ്സിന് പ്രശ്നം വരിക, ഫേബുല ടിബിയ എന്നൊക്കെ ഉള്ള പാർട്സിന് കുഴപ്പം വരിക, അതുപോലെ തന്നെ അതിനകത്ത് സിനോവിയം മെംബ്രെയിൻ തകരാറ് വരും, സിനോവിയം ഫ്ലൂയിഡ് കുറഞ്ഞു വരും. മുട്ട നീര് കൊണ്ട് അധികം ആൾക്കാർ ഇപ്പോൾ ഓപ്പറേഷന് പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യം ഒരു 41 days ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പനേഷ്യ ഓയിൽ ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ പനേഷ്യ ഓയിൽ എന്ന് പറയുന്നത് 64 കൂട്ടം ഔഷധ സസ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു ബേസ് അതിൻ്റെ എണ്ണ തന്നെ. അവിടെ പെരട്ടികളോടെ പോകും, ജോലിക്ക് പോകുന്നതിനൊക്കെ നല്ലതാണ്. അത് ഭാരതീയ പൈതൃകം എന്ന് പറയുന്ന ചരക മഹർഷിയായിരുന്നു ആയുർവേദത്തിൻ്റെ. അതിൽ നിന്നും ഉത്ഭവിച്ച് അന്നത്തെ ടെക്സ്റ്റുകളൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പം ഞങ്ങളുടെ ഇരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഔഷധം ഞങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ആ ഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞാൽ ഉഡ്ഡിസം, ഉൽപ്പല, മേഖല എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളാണ്. നാരായണീയം, അതിൻ്റെ കൂടെ പിന്നെ ബൃഹച്ചാരീരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥത്തിലെ ടെക്സ്റ്റുകൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ ഏത് രോഗത്തിലാണെങ്കിലും. അങ്ങേക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ അച്ഛൻ തലവടി ടി കെ ഗോവിന്ദപ്പണിക്കർ ശേഖരത്തി എന്നുള്ള പുള്ളി ആയുർവേദ കോളേജ് ഇവിടെ പഠിച്ച ആളാണ്. എനിക്ക് പിന്നെ ചെറുപ്പം തൊട്ട് ഈ ഔഷധങ്ങളെല്ലാം നിർമ്മിച്ച് ഞാൻ 32 വർഷം കൊണ്ട് ചികിത്സ നടത്തി വരുന്നുണ്ട്. അച്ഛൻ്റെ വഴിക്ക് തന്നെയാണ് അങ്ങ് പോകുന്നത്. ഇവിടെയും വിദേശ രാജ്യത്തൊക്കെ മരുന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അവിടെ കൊണ്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ പോകുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് വിദേശത്തുള്ള ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. അതിനകത്തുള്ള ഈ 64 കൂട്ടം ചേർത്ത ഔഷധമാണ് പനേഷ്യ ഓയിൽ എന്നാ പേരിട്ട്. പനേഷ്യ ഓയിൽ. 2005 മാർച്ച് 10 ഞാൻ ഈ ഔഷധം അന്നത്തെ മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് അയച്ചു കൊടുത്തു, ഇന്ത്യൻ പ്രസിഡന്റ്. പനേഷ്യ ഓയിൽ. അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് പിന്നീടാണ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് ആ ഔഷധം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാബിലോ ടെസ്റ്റ് ചെയ്യും, ISO ലാബിൽ. ഗുണനിലവാരം നോക്കുന്നതാണ്. ലാൽ പാത്തോളജിക്കൽ മോട്ടിലാൽ പാത്തോളജിക്കൽ ലാബ്, ന്യൂഡൽഹി. കാര്യം 20 വർഷം കഴിയുമ്പോൾ ഇതിനകത്ത് രോഗാണു ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഹാനികരമുള്ളത്. അത് ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ ലോകത്തിലെ വലിയ ആളുമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഇതുണ്ടായിരുന്നു. പിന്നെ എന്താണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നീരുകാർക്ക് നമ്മൾ പുരട്ടി അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്ന, നമ്മുടെ ഈ മരുന്നിന് അന്ന് തന്നെ റിസൾട്ട് കിട്ടും. അങ്ങനെ കൊടുത്തു. അദ്ദേഹം എനിക്ക് അതിനൊരു അഭിനന്ദന കത്തും എനിക്ക് സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ലെറ്റർ എനിക്ക് അയച്ചു തന്നു. വെരി ഗുഡ്. അത് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. കാരണം കാശ് മുടക്കാതെ എനിക്ക് കിട്ടിയൊരു പത്മശ്രീ പറയാം. അത് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ ഒരു ലെറ്റർ അയക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. എന്നിട്ട് ഈ ഓയിലാണ് നമ്മൾ ബേസായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മുട്ടുവേദനയുടെ ഓപ്പറേഷൻ അത് നമ്മൾ 41 days ആ രോഗിക്ക് ഓപ്പറേഷൻ പോകുന്നതിന് മുൻപ് ഒരു 20 ദിവസത്തേക്ക് ആദ്യം നമ്മൾ കൊടുക്കും. എന്നിട്ട് എത്ര % കുറഞ്ഞു എന്നറിയണം. എന്നിട്ട് അടുത്തൊരു സ്റ്റെപ്പ് കൂടെ 41 days ആണ് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ മണ്ഡലകാലം എന്ന് പറയുന്ന മെത്തേഡ്. അതിനകത്ത് എത്ര % കുറഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ്, അത് ചിലപ്പോൾ ഫൈനൽ മെഡിസിൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഫൈനൽ മെഡിസിൻ കൊടുത്താൽ ഈ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് ഒരു 100 കണക്കിന് ആൾക്കാരുണ്ട്. അതിപ്പോൾ മുട്ട നീര്, ഇപ്പോൾ സർവാംഗ നീര് എന്ന് പറയുന്നതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ തേയ്മാനം കൊണ്ട് വരും, പിന്നെ മെമ്പറൈൻ്റെ കുറവ് കൊണ്ട് വരും. ആ തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ സിനോവിയം ഫ്ലൂയിഡ് ഉണ്ടാകാതെയും വരും. ഇത് മൂന്നാതിലും തേയ്മാനം മുട്ടിനോ നട്ടലിനോ ഉണ്ടായ തേയ്മാനത്തിന് ആ തേഞ്ഞ തന്നെ അതിന് ലോകത്ത് ചികിത്സയില്ല. പിന്നെ സർജറിയൊക്കെ ഉള്ളൂ. അത് ഒരു പരിധി വരെയുള്ള അതിൻ്റെ സക്സസ്. പിന്നെ ആ മുട്ട പഴയപടി ആക്കി എടുക്കാൻ ഒക്കും എന്നുള്ള ധാരണ വേണ്ട. ഓപ്പറേഷൻ കഴിഞ്ഞാലും ഒരു സപ്പോർട്ട് കൊടുത്താൽ നമുക്ക് എഴുന്നേക്കാനൊക്കെ അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നട്ടലിൻ്റെ ഭാഗത്തും നമ്മുടെ. നമുക്ക് അതിലേക്ക് വരാം. നമ്മുടെ ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. ആരാ നോക്കാം. ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ. നമസ്കാരം. ആരാ വിളിക്കുന്നത്? പേര് പറയൂ. എൻ്റെ പേര് മഹമ്മൂദ്. എന്താണ്?
മഹമ്മൂദ്. പ്രമോദ്. മഹമ്മൂദ്. ഓക്കെ ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത് മെഹമ്മൂദ്? ഞാൻ പെരിന്തൽമണ്ണ. ശരി ശരി, സംശയം ചോദിച്ചുള്ളൂ. വൈദ്യനോട് പറഞ്ഞാട്ടെ. എന്റെ അടുത്ത കയ്യിന് വിരലിന് നടുവിരലിന് ആ മടക്കി പിടിച്ചാൽ പിന്നെ നൂരൂല. കൈകൊണ്ട് മറ്റേ കൈ കൊണ്ട് ഞാൻ പൊന്തിക്കണം, അപ്പോഴേ നൂരുള്ളൂ. ഒരു ചെറിയ ശബ്ദം കൊണ്ട് വേദനയുണ്ട്. അവിടെ നമുക്ക് ഫ്ലൂയിഡ് കുറഞ്ഞാൽ നിങ്ങളുടെ വിരലിന്റെ ആ ജോയിന്റിന് അത് തന്നെ അതിന്റെ ഭാഗമായിട്ട് കാലിന്റെ മുട്ടിനും അങ്ങനെ വന്നിട്ടുണ്ടോ? കാലിന്റെ അത് ചില സമയങ്ങളിൽ വളർത്താൻ മുട്ടുന്നു, ചില സമയത്തും. എത്ര വയസ്സുണ്ട്? 60 വയസ്സിന് മേളിലായോ? 60-65 വയസ്സായിട്ടുണ്ട്. ആയി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അതിന് നമ്മളെ മരുന്നെല്ലാം അതിൻ്റെ പാക്ക് ചെയ്ത് അയച്ചു തരാം. 41 ഡേയ്സ് കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാം. പിന്നെ ഫൈനൽ മെഡിസിനും തരാം. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട നമ്പറില്ലേ, 8592927892 വിളിക്കുക. ഉച്ചതിരിഞ്ഞ് വിളിക്കുക. ഞങ്ങളെ അതെ, ഈ നമ്പർ എഴുതിയെടുത്തിട്ട് എല്ലാവരും മെസ്സേജ് അയക്കേണ്ടവരയക്കുക, വിളിക്കുക. ഞങ്ങൾ 4-5 വിളിച്ചവരെയെല്ലാം ഞങ്ങൾ തിരിച്ച് 5 ദിവസത്തിനകം വിളിച്ച് ക്ലിയർ ചെയ്തിരിക്കും. കാരണം ധാരാളം കോള് വരുന്നതുകൊണ്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാനൊക്കെ അത് വരുന്നതുകൊണ്ടാണ്. 5 ദിവസം കൊണ്ട് ഞങ്ങളെല്ലാം ദൂര സ്ഥലങ്ങളിലെല്ലാം മരുന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. നമുക്കിത് പരിപൂർണമായിട്ടും മാറ്റാം. എന്നിട്ട് വിശദമായിട്ട് അറിയണം മറ്റെന്തെല്ലാം അസുഖങ്ങളുണ്ട്, ഏതിൻ്റെ അസുഖത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നു, അതെല്ലാം നമ്മളോട് പറയണം. അപ്പോൾ ഒരു 3 മണി കഴിഞ്ഞ് എപ്പോൾ വിളിച്ചാട്ടെ, ഇന്നോ നാളെ മറ്റന്നാളോ ഒക്കെ വിളിച്ചാട്ടെ. കോളുകൾ ഞാൻ വന്നു വിളിച്ചതിന് സന്തോഷം. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. വൈദ്യുതി പറഞ്ഞ പോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ നട്ടലിൻ്റെ ഭാഗമാണെന്ന് വെച്ചാൽ അതെ, അതിപ്പം 1 തൊട്ട് 7 വരെ എന്ന കശേരി എന്ന് പറയുമ്പോൾ സെർവിക്കലിൻ്റെ ഭാഗം. അതിന് അവിടുന്ന് 1 തൊട്ട് 12 വരെ എന്ന് പറയുന്ന തൊറാസിക് സെക്ഷനാണ്. കശേരുക്കൾ അല്ലേ? കശേരുക്കൾ. ഈ സ്കെൽറ്റൽ സിസ്റ്റം, അതെ, അതായത് 33 സെൻറ്റിമീറ്റർ കടന്നു പോകുന്ന ആ സ്പൈനൽ കോളത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ചട്ടക്കൂട്ടായത്. അതൊരു മനുഷ്യൻ്റെ ബോഡിയുടെ ചട്ടക്കൂട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ആക്സിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ നട്ടല്ല. അവിടുന്ന് പിന്നെ വരുമ്പോൾ ലുംബാറിൻ്റെ ഭാഗം 7 സെക്ഷൻ. ഇതിനകത്തൊരു ഇൻട്രൽ വെട്രിക്കുലർ ഡിസ്ക് ഉണ്ട്. അതിന് തകരാറ് വന്നാലോ ഈ നട്ടലിൻ്റെ ഏത് ഭാഗത്ത് കശേരുക്കൾ ഇപ്പോൾ അകന്നു പോയത് അകന്നങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. അത് സർജറിക്കകത്ത് നമുക്കൊരു പരിധി വരെ ചെയ്യാനൊക്കത്തുള്ളൂ. അവിടുന്ന് ഫൈബ്രോസിസ് ഇറങ്ങിയിട്ട് ആംഗുലോസിസ് ഫോം ആകും. എന്ന് പറഞ്ഞാൽ അവിടെ ചുറ്റി നാരുകൾ, ഫൈബർ പോലെ നാരുകളുണ്ടായിട്ട് അവിടെ അതിവേദന ഉണ്ടാകും. അവിടുന്ന് ഫ്ലൂയിഡ് ഇറങ്ങിപ്പോകുന്നിടത്തെല്ലാം വേദന ഉണ്ടാകും. ആ വേദന നട്ടലിൻ്റെ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പരിധി വരെ മാറ്റിയെടുക്കാം. അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഭീമമായ ചിലവിൽ നിന്ന് നമുക്ക് മാറാം. ഞങ്ങളുടെ ഈ വലിയ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു MRI സ്കാൻ എടുക്കുന്ന കാശുണ്ടെങ്കിൽ 40 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ പോകാം. പിന്നെ അവരവരുടെ വീട്ടിൽ തന്നെ സുഖമായിട്ട് ചെയ്താൽ മതി. പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ മുതുകുവേദന എന്ന് പറഞ്ഞിട്ട്. നടുവേദന വരും, അതുപോലെ പാദവേദനയുണ്ട്. പാദം കാല് താഴെ കുത്താനൊക്കെ വരും. ഭഗ്നം ചുട്ടു നീറുക എന്ന് പറയും. ഇതിനൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഓയിൽ പനേഷ്യ ഓയിലാണ്. ഈ പനേഷ്യ ഓയിൽ പിന്നെ 16 ആവർത്തിയുണ്ട്. അത് ആദ്യത്തെ സ്റ്റെപ്പിൽ കൊടുക്കത്തില്ല. ആദ്യത്തെ സ്റ്റെപ്പിൽ അതുകൊണ്ട് മാറിയാൽ മാറിക്കോട്ടെ. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് 16 ആവർത്തി കൊടുക്കുന്നത്. ആ 16 ആവർത്തി കൊടുത്തു കഴിഞ്ഞാൽ 90% സക്സസ് കിട്ടണം. അതിൻ്റെ അനുബന്ധമായിട്ട് പിന്നെ കിഴിയുണ്ട്, കഷായമുണ്ട്. അങ്ങനെ വാതരോഗ സംബന്ധമായിട്ടുള്ള 80 ടൈപ്സിനും മരുന്ന് കൊടുക്കുന്നുണ്ട്. രോഗത്തിൻ്റെ കാഠിന്യം അറിയണം, മറ്റെന്തെല്ലാം രോഗമുണ്ടെന്നും അറിയണം. അതെല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷമേ നമ്മൾ മരുന്ന് കൊടുക്കാനൊക്കത്തുള്ളൂ. വ്യക്തികൾക്ക് വേണ്ടി മാത്രമേ ചില മരുന്ന് ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പം മുട്ട നീരുകാരന് 3 ദിവസം കഴിക്കേണ്ട മരുന്നുണ്ട്. അത് ആ വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആ സ്ട്രക്ചറെല്ലാം അറിഞ്ഞ് നമ്മുടെ കുറവ് കണ്ടിട്ട് ആ വ്യക്തിക്ക് ഉണ്ടാക്കുന്ന മരുന്നാണത്. അല്ല അങ്ങനെ മരുന്ന് സ്റ്റോക്ക് ചെയ്യത്തില്ല. അവരുടെ ശരീരഘടന അനുസരിച്ചുള്ള മരുന്നുകളുള്ളത്. അത് തന്നെ 40 ദിവസം കഴിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, പാർക്കിൻസോണിസം, കൈവിറയിലെ തലവിറയിലെ. അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ അനുസരിച്ച് വേണം. ചിലർ കൈ വിറയ്ക്കുന്നവരാണെങ്കിൽ തല വിറയ്ക്കത്തില്ല, ചിലർക്ക് നാക്ക് വിറയ്ക്കത്തില്ല. അത് ബേസൽ ഗാംഗ്ലിയ സെൽസ് നഷ്ടപ്പെടുന്ന ഒരു രോഗമാണ് പാർക്കിൻസോണിസം. അത് ജെയിംസ് പാർക്കിൻസൺ 1817 കണ്ടുപിടിച്ചുകൊണ്ടാണ് ആ പേര് വന്നത്. അതിൻ്റെ ഒറിജിനൽ പേര് പാരാലിസിസ് അജിറ്റൻസ് എന്ന് പറയും. അതൊരു പരിധി വരെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാം. എനിക്ക് അങ്ങനത്തെ രോഗികളുണ്ട്. ശരി, കോഴിക്കോട് നിന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉണ്ട്. നമുക്കൊരു എത്ര പെർസെൻറ്റേജ് വരെ ഇതൊന്ന്? അത് നമുക്ക് 100% ആകാൻ പറ്റത്തില്ല. എന്നാലും അയാൾക്ക് ആ കൈയുടെ ആഹാരം കഴിക്കാനും എഴുതാനും ഒക്കെ നമുക്ക് സാധിക്കും. ചിലർക്ക് നാക്ക് വിറയ്ക്കുന്നവരുണ്ട്, ചിലർക്ക് കൈ വിറയ്ക്കുന്ന കൂടാതെ കണ്ട് കാലൂടെ നിരന്ന് പോകുന്നവരുണ്ട്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുമ്പോഴാണ് നമുക്ക് നടക്കണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോവുക, ഓടണമെന്ന് തോന്നുമ്പോൾ നടന്നു പോവുക. അപ്പോൾ ബേസൽ ഗാംഗ്ലിയ സെൽസ് ബ്രെയിനകത്ത് നഷ്ടപ്പെടുക. നഷ്ടപ്പെടുന്ന സെല്ല് തിരിച്ചു വരാൻ ഒന്നിലും ട്രീറ്റ്മെൻറ്റ് ഇല്ല. പിന്നെ നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് ആ നഷ്ടപ്പെടുന്ന സെല്ല്
അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ബാരിയർ ഇടുകയാണ് അവിടെ. ഇത് കൂടാൻ അവസരം കൊടുക്കാതിരിക്കുക, അത്യാവശ്യം മരുന്ന് കഴിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ പാർക്കിൻസോണിസത്തിന് ഉള്ളിൽ കഴിക്കുന്ന ഔഷധങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. ശരി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 152 രോഗത്തിന് കൊടുക്കുന്ന വലിയൊരു ഒരു ഗ്രന്ഥമുണ്ട് മൃഗശാരീരത്തിനകത്ത്. ആ ഒരു നെയ്സേവനമാണ് അത്. നമ്മളിതെല്ലാം കൊടുത്തിട്ട് ഈ വ്യക്തിക്ക് ഒരു 2 മാസം കൊണ്ട് വന്ന കുറവിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയ ഫൈനൽ മരുന്ന് കൊടുക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാം. അടുത്ത കോളിലേക്ക് പോകാം നമുക്ക്. ഹലോ മെഡി ടോക്കിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം, ധാരാ വിളിക്കുന്നത്? നമസ്കാരം, ഞാൻ ഷൈനിയാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. ഓക്കെ ഷൈനി, സംശയം ചോദിച്ചോളൂ വൈദ്യരോട്. നമസ്കാരം വൈദ്യരെ. നമസ്കാരം, പറഞ്ഞാട്ടെ. വൈദ്യരെ, എനിക്ക് 48 വയസ്സുണ്ട്. ലംബാറിന്റെ പ്രശ്നമാണ്, ഡിസ്ക് പുള്ളാപ്സാണ്. 2 കാലയിലോട്ട് ഞരമ്പ് വരച്ചിലുണ്ട്. നിൽക്കാനോ അധികം നടക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇപ്പോൾ വെള്ളി ശനി ഞായർ ഈ ദിവസം എവിടെയെങ്കിലും കൈതമുക്കിലോട്ട് വരാൻ പറ്റുമോ? നാളെ സ്ഥലപ്പേരെന്ന് പറഞ്ഞാട്ടെ. കൈതമുക്ക് വന്നാട്ടെ, നമുക്കത് എന്തെങ്കിലും പരിഹാരം മാറ്റിത്തരാം. നാളെ മറ്റന്നാൾ അതിൻ്റെ അടുത്ത ദിവസം. ടൈം രാവിലെ 9 മണി തൊട്ട് 6 മണി വരെ ഉണ്ട്. നേരിട്ടങ്ങ് വന്നാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണം. 8592927892. ശരി ശരി. ഓക്കെ ചേച്ചി, വിളിച്ചത് വളരെയധികം സന്തോഷം. അപ്പോൾ വൈദ്യുതി നമുക്കിനി ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഏതായാലും നമുക്ക് മെഡി ടോക്കിൽ എടുക്കാം ഒരു ചെറിയ ബ്രേക്ക്. മെഡി ടോക്ക് തുടരുന്നു. നമ്മുടെ ഇന്നത്തെ മെഡി ടോക്ക് ചർച്ച ചെയ്യുന്ന വിഷയം രോഗങ്ങളും ആയുർവേദ ചികിത്സയും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ഏത് സംശയവും താഴെ കാണുന്ന നമ്പറിൽ 2 മണി വരെ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം. ഇന്നതേക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു ആയുർവേദ കളരി പാരമ്പര്യ ചികിത്സാ വിദഗ്ധനായ ശ്രീ ജി മോഹനൻ വൈദ്യർ. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിന് അടുത്ത നമ്മുടെ മലയാളികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്, കൂടുതലും ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, കൂടുതൽ എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് പൈൽസ് എന്ന രോഗം. പലപ്പോഴും അതൊരു സർജറിക്ക് വഴിമാറുന്ന ഒരു സിറ്റുവേഷൻ, എന്നാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും വരുന്ന സാധ്യതയുണ്ട്. അത് നമുക്ക് 3 സ്റ്റെപ്പാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഏറ്റവും വഴിയെന്ന് പറഞ്ഞാൽ കപാല അർശസ് എന്ന് പറയും. അത് പുറത്തോട്ട് തള്ളി വരുന്നതാണ്. അത് തിരിച്ചു കയറ്റിപ്പോണ സംവിധാനം ചെയ്യണം. ആദ്യം വേദന മാറ്റണം, രക്തം വരവ് മാറ്റണം, എന്നിട്ടാണ് ബാക്കി ഭാഗങ്ങൾ. ഓക്കെ, അത് നമുക്ക് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. എത്ര കഠിനമായാലും എത്ര പഴകിയതാണെങ്കിലും ലാസ്റ്റിൽ പുറത്തോട്ട് വരുന്ന ക്ഷാരക്രിയയുടെ ഒരു തുണി വെച്ച് കെട്ടിക്കും. പഴയ കാലത്തെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അത് ലാസ്റ്റ് ചെയ്യും. പക്ഷേ ആദ്യത്തെ ആ ഒറ്റ കോഴ്സ് കൊണ്ട് തന്നെ ഈ വേദന അങ്ങ് മാറണം. വേദന മാറണം, ചൊറിച്ചിൽ മാറണം, ആ പുറത്തോട്ട് ബുദ്ധിമുട്ട് മാറണം, എപ്പോഴും ബിലാറ്ററി പോകുന്ന ആ സ്വഭാവം മാറും. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ്, അതിൻ്റെ അനുസൃതമായിട്ട് 2ാമത്തെ സ്റ്റെപ്പുള്ളൂ. നമുക്ക് 100% മാറ്റാം. പിന്നെ എന്നിട്ട് 2ാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ അവർ അന്ന് വരെ ഈ മുട്ട ഇറച്ചിയൊന്നും കഴിക്കത്തില്ലായിരുന്നു. അതെല്ലാം ഞങ്ങൾ കഴിക്കാൻ കൊടുക്കും, നിർബന്ധമായിട്ട് കഴിക്കണം. പലപ്പോഴും ചൂടുള്ള ഭക്ഷണം കഴിക്കരുതെന്നാണ് പറയാറ്. പിന്നെ വരുമോ എന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത മരുന്നുണ്ടാക്കാൻ. 100% മാറ്റാം. അതൊരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. അധിക സമയം വേണ്ട. ടോട്ടലി 45 ദിവസമേ വരത്തുള്ളൂ. 3 സ്റ്റെപ്പ്. എനിക്ക് തോന്നുന്നു ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഏത് രോഗവും വേരോടുകൂടി നശിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ്. പൈൽസ് പൂർണ്ണമായിട്ട് മാറും. അതുപോലെ ഈ തലകറക്കം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ ടിമ്പാനിയം മെമ്പറൈന് വരുന്നൊരു തകരാറാണ്, വെർട്ടിൻ. അതിന് ആ തലകറക്കം വരുന്നവർക്ക് നടക്കാൻ ബാലൻസ് കിട്ടാൻ വരും, വീണുപോകും, ചിലർ ഛർദ്ദിക്കും. ആ ഛർദ്ദിൽ വന്നാൽ അവർക്ക് അന്നത്തെ ദിവസം പോയി. അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പറ്റത്തില്ല. ഞങ്ങളുടെ ആകെ കൂടെ വേണ്ട ഒറ്റ ഡോസ് 200 മില്ലി ഓയിൽ, അതിൻ്റെ അനുബന്ധമായിട്ട് ആവി പിടിക്കുന്നൊരു മരുന്ന്. എത്ര പഴക്കമുള്ള തലകറക്കം വെർട്ടെക്സ് വെർട്ടിനാന്നേലും 100% മാറ്റിയെടുക്കാം. ഇങ്ങനെ കിടക്കുന്ന ആളെ ഫാനോ കിടന്ന് കറങ്ങുന്നതായിട്ട് തോന്നിപ്പോവും, കാട്ടിൽ കിടന്ന് കറങ്ങുന്നതായിട്ട് തോന്നിപ്പോവും. ആദ്യത്തെ 14 ദിവസം കഴിയുമ്പോൾ കുറഞ്ഞു. പിന്നെ ഒരു 30 ദിവസം കൂടെ ആ ഓയിൽ തേക്കണം. പിന്നെ ആ എണ്ണയും തേക്കണ്ട, ഇഷ്ടമുള്ള പഴയ പിടിച്ച് ജീവിച്ചു. ഓയിൽ തേക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ പ്രധാനമായിട്ട്. അതുപോലെ തന്നെ ടോൺസിൽസ്, തൈറോയിഡ് എന്ന് പറയുമ്പോൾ തൈറോയിഡ് ക്രീക്കോ തൈറോയിഡ് ഹോയിഡ്, തൈറോയിഡ് മെമ്മറൈന്, അതിൻ്റെ വാൽവ്, അങ്ങനെ ഒത്തിരി സിസ്റ്റംസ് അതിന് ഗ്ലാൻഡ് വരെ അതിനകത്ത് അനുബന്ധമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്നതാണ്
ഗോയിറ്റർ ഗോയിറ്റർ, അതെ. തൊണ്ട വീക്കം, അത് ഓപ്പറേഷൻ എല്ലാം മാറ്റാം. തൈറോയിഡ് മാറ്റാം. ടോൺസിൽസ് ഓപ്പറേഷൻ പോവേ വേണ്ട, ആ ശരി. നമുക്ക് മാറ്റിയെടുക്കാം. അതൊക്കെ ഓരോ ഒറ്റ സ്റ്റെപ്പ് മതി മെഡിസിനൊക്കെ. അല്ല എക്കാലം 6 മാസം കഷായം കടിക്കുന്ന നിലപാടൊന്നുമില്ല. ആ ശരി. എന്നാലും എത്ര നാൾ എടുക്കേണ്ടി വരും ഈ ട്രീറ്റ്മെന്റ്? 41 മാക്സിമം 60 days. ഓ ആ ശരി. 60 ദിവസം. എനിക്ക് തോന്നുന്നു അങ്ങയുടെ ചികിത്സ രീതിയിൽ ഏറ്റവും ഒരു ഇനി മണ്ഡലകാലമാണ് 3 step കൂടുതലും അങ്ങ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ? മണ്ഡലകാലം കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും വേണ്ടി വരത്തില്ല. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് വെരിക്കോസ് വെയിൻ. അതിലേക്ക് നമുക്ക് വരാം. ഒരു വലിയ ഏരിയ ആണ്. നമുക്കൊരു കോൾ വെയിറ്റിംഗിലാണ്. ആരും നോക്കിയതിന് ശേഷം വരാം. ഏതായാലും ഹലോ മെഡിടോക്കിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. ധാരാ വിളിക്കുന്ന പേര് പറയൂ. എന്റെ പേര് അനീഷ് ജോൺ ആണ്. 10 വർഷം പഠിക്കുന്നത്. ഓക്കെ അനീഷ്, സംശയം ചോദിച്ചോളൂ വൈദ്യരോട്. ശരി. ഹലോ സാർ. പറഞ്ഞോട്ടെ. സാർ, ഇടത്തെ കൈമുട്ടും കാൽമുട്ടിന്റെ വേദനയുണ്ട് ഇവിടെ. ഞാൻ അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അവിടെ സിലോബിയ ഫ്ലൂയിഡ് കുറഞ്ഞു കാണും, അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ തേയ്മാനം വന്ന് കാണും. അതാണ് അതിന്റെ സംഭവം. 2-3 ആഴ്ച കൊണ്ടാണ് തുടങ്ങിയത്. കാൽമുട്ടിനുണ്ട് കൈമുട്ടിനുമുണ്ട്. അത് നമുക്കൊരു എബോവ് 60 സാധാരണ കണ്ടുവരുന്നത്. അത് എനിക്ക് 35 വയസ്സായുള്ളൂ. ആയുള്ളൂ. അപ്പോൾ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആ ഭാഗത്തുള്ള കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ കുറവുകളോ വല്ലതും ആയിരിക്കാം. അതിനപ്പോൾ സാറ് ഒരു ഇന്നോ നാളെ എപ്പോഴേലും വിളിച്ചാട്ടെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ മരുന്ന് അയച്ചു തരാം. അതൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമുള്ളതല്ല. 100% മാറ്റിയെടുക്കാം. ഡയബറ്റിക്കിൻ്റെ അസുഖം ഇല്ലല്ലോ. അത് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ അനീഷ്, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വെരിക്കോസ് വെയിൻ. അതിനിപ്പോൾ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് തനിയെ പൊട്ടുകയും ചെയ്യും. പൊട്ടിപ്പോയോണ്ട് ദോഷമില്ല. പക്ഷേ അങ്ങനെ വരുന്ന ഒരു രോഗിയെ ഞങ്ങൾ ചെയ്യുന്നത് ആദ്യം ആ വ്രണം കരിക്കണം. വ്രണം കരിഞ്ഞതിന് ശേഷം വെരിക്കോസിൻ്റെ കൊടുക്കും. അതായത് വോളണ്ടറി മസിൽസും ഇൻവോളണ്ടറി മസിൽസിലും ഇതുണ്ടാകുന്നത്. ഇതിന് സർജറി വിജയിക്കാതെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിക്സാഗ് ഷേപ്പിലാണ് നമ്മുടെ കിടക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പല കട്ടിങ്ങിലൂടെ അത് ടെൻഡൻസ് ഓഫ് ഫൈബർ എടുത്ത് കളയുന്ന സിസ്റ്റം ഉണ്ട്. ഇത് കൂടുതലും കായികാധ്വാനം ചെയ്യുന്നവരിലാണോ അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്നവരിലാണോ കൂടുതൽ? 2 കൂട്ടരിലും കാണുന്നുണ്ട്. ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ പാരമ്പര്യ ജനിതകം അല്ല. ശരി. എന്നിട്ട് അതിന് നമ്മൾ പായ്ക്കായിട്ട് ഒരു മെഡിസിൻ ഒട്ടിച്ചിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഈ പനേഷ്യയുടെ ആവർത്തന ഓയിലും കൊടുത്ത് ഒരു കഷായം കുടിക്കും. അപ്പോൾ വോളണ്ടറി മസിലിലും ഇൻവോളണ്ടറി മസിലുള്ള പോയെങ്കിലേ പിന്നെ ഇത് വരാതിരിക്കത്തുള്ളൂ. അതിനാ കഷായം കുടിക്കുന്നത്. അതപ്പോൾ ഉള്ളിലുള്ള നീർക്കെട്ട് ആ ദുഷിച്ചതായ എല്ലാം യൂറിനും മോശം കൊണ്ട് പുറന്തള്ളും. പാക്കിങ്ങിനകത്ത് ഇത് ഒട്ടി അങ്ങ് പോകും. അഥവാ ഇനി വ്രണമായിട്ട് വരുന്നതാണെങ്കിൽ ആ വ്രണം ആദ്യം കരിക്കും. ആ വ്രണം കരിച്ചതിന് ശേഷമേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റെപ്പ്. വ്രണം കരിക്കാനൊക്കെ ഒരു 10-30 ദിവസം അതിൻ്റെ ലേഹ്യമൊക്കെ കഴിച്ചാൽ മതി. ശരി. വ്രണം കരിഞ്ഞു. ഇത് പൂർണ്ണമായിട്ട് ഈ വെരിക്കോസ് വെയിൻ ഈ ചികിത്സ രീതിയിലൂടെ മാറ്റിയെടുക്കാം. ഒരു പ്രശ്നവുമില്ല. ഇത് ചില പർട്ടിക്കുലർ പാർട്ടി വരുന്നവരും ഉണ്ട്. അവിടെ ഇപ്പോൾ ഫൈബ്രോസിസ് ആയി. അതിന് ഈ സിസ്റ്റം തന്നെ ചെയ്ത് പോദിച്ചാൽ അതിനകത്തൊരു പ്രശ്നം. ഇപ്പാണ്ട് എന്ന് പറഞ്ഞാൽ അപൂർവം കണ്ടുവരുന്നുണ്ട് കാലും കൈയും വിയർക്കുക. അതെ. എൻ്റെ ഒറ്റ ഡോസ് മരുന്നുകൊണ്ട് മാറുന്നത്. ഉള്ളം കാല് വിയർക്കുക. ചെരുപ്പിടാനൊക്കത്തില്ല എന്ന് എഴുതുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നനി. അതുപോലെ വിയർപ്പിന് ദുർഗന്ധം. ഒരു പ്രാവശ്യത്തെ മരുന്ന് കഴിച്ചാൽ മതി. അതെങ്ങനെ ഓയിലാണോ അതോ ഉള്ളിൽ കഴിക്കുന്ന? ശരി. മറ്റേത് വിയർപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ പുറത്ത് പച്ചവെള്ളത്തിൽ കലക്കിയിടുന്ന ഒരു പൊടിയാണ്. അത്രേ ഉള്ളൂ. അതുപോലെ ഈ താരന് വലിയ കുസ്തി പിടിക്കുന്നില്ല. 7 ദിവസം തലയിൽ പൊടി തേക്കുക, 7 പ്രാവശ്യം തേക്കുക, 7 ദിവസം കുളിച്ച് കഴുകി കളയുക. താരൻ മാറി. എനിക്ക് തോന്നുന്നു വൈദ്യുതി ഒരു ഫുൾ പാക്ക് തന്നെയാണ്. കാരണം ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം അതുപോലെ വയറിന് അസുഖക്കാർ അവരുടെ രാജ്യം ഇപ്പോൾ ഇത് പല ഡയറ്റ് സിസ്റ്റം ഡിഫറൻസ് അല്ലേ വരുന്നത്. അതിനും നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 12 വർഷം 14 വർഷമായാലും അത് നമ്മൾ കൊടുക്കുന്ന അക്കാലത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ സമസ്തം എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു പാർട്ടെന്ന് പറയും. അന്ന് നമ്മുടെ ഹോൾ ബോഡി ശുദ്ധീകരിക്കുന്ന ഒരു ടോട്ടൽ ബോഡിയുടെ സിസ്റ്റമാണ് നമ്മുടെ ഉള്ളത്. ഇപ്പോൾ രോഗത്തിന് ചികിത്സിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ സിസ്റ്റം. സുഖചികിത്സ എന്നൊരു സിസ്റ്റം ഞങ്ങൾക്കില്ല. അതായത് ചുമ്മാ നടന്നു പോകുന്നതിനെ രോഗിയാക്കി ചികിത്സിക്കുന്ന സിസ്റ്റമാണ്. താര ഒരുവ ചുമ്മാ കിട്ടുന്നതിനെ തിരുമുക എന്ത് കാര്യത്തിന്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള സോറിയാസിസ് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന പ്രശ്നമാണ്. 18 ടൈപ്പ് ഉണ്ട്. ആജിറ്റാറ്റ്, ഇൻവേഴ്സ്, കോൺവേഴ്സ്. അതിന് മെത്തോട്രാക്സൈറ്റ് മെഡിസിൻസും ടാറോയിൻ മെഡിസിൻ പറഞ്ഞ ഇംഗ്ലീഷിൽ കുറേ മെഡിസിൻസ് ഉണ്ട്. അത് അന്നേരം കുറയും. പിന്നെ അവർ സമ്മതിക്കുന്നുണ്ട് അതിന് മരുന്നില്ല. മസ്കുലർ ഡിസ്ട്രോഫി മരുന്നില്ല, പാർക്കിൻസോണിസം ഇല്ല എന്ന് ഡോക്ടർമാരും സമ്മതിക്കുന്നുണ്ട്, ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം 41 ഡേയ്സ് കൊണ്ട് എത്ര പഴയ ഒരാളുടെ ചൊറിച്ചിൽ മാറുമോയെന്നറിയണം. ചൊറിച്ചിൽ മാറണം. രണ്ടാമത് ആ പുറത്തു നിന്ന്
നമ്മൾ ചൊറിഞ്ഞ് പൊടിയായിട്ട് വീഴുന്നുണ്ട്, അത് മാറണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ബ്ലഡ് വരുന്നുണ്ട്, അത് മാറണം. അത് എത്ര % കുറഞ്ഞു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മരുന്ന് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ആ ബ്ലഡിൽ നിന്ന് പോകണം. ബ്ലഡിൽ നിന്ന് പോയില്ലെങ്കിൽ അയാൾക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് ഫൈനൽ മെഡിസിനാണ്. ദാറ്റ് മീൻസ് 3 മാസം എടുക്കും. ഇരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ 6 മാസം എടുത്ത് അത് ടോട്ടൽ ബോഡി ആയിപ്പോയി. വർക്കള്ളിയുള്ളൊരു കൊച്ചു ഇപ്പം സുഖമായി വന്നപ്പോൾ കാറിൽ നിന്ന് കരിയർ വരാനില്ല. ആ അവസ്ഥയിലിരിക്കുന്ന ഡ്രസ്സ് പോലും വിടാനൊക്കാത്ത അവസ്ഥ. സ്കിന്നൊക്കെ വീണ്ടും പഴയ പോലെ അല്ല, ഈ പാട് വരെ പോകും. പാട് വരെ പോയി കഴിഞ്ഞാൽ ഫൈനൽ മെഡിസിൻ കൊടുക്കത്തുള്ളൂ. വെരി ഗുഡ് വെരി ഗുഡ്. ചിലർക്ക് പകുതിയാകുമ്പോൾ വീണ്ടും ചൊറിഞ്ഞു പൊട്ടും. അത് നമ്മുടെ മക്കൾക്ക് വരണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ തലമുറയ്ക്ക് വരും. അതൊരു പാരമ്പര്യജനിത രോഗമാണ്. മസ്കുലർ ഡിസ്ട്രോഫി ഒക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നേക്കാം. അതിന് എനിക്ക് 4 രോഗികളുണ്ട് ഇപ്പോൾ, പാർക്കിൻസോണിസിൻ്റെ, മസ്കുലർ ഡിസ്ട്രോഫിയുടെ ഒക്കെ. തീർച്ചയായിട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം അങ്ങയുടെ മെഡിസിൻസ് അങ്ങ് പറ്റാത്തത് എനിക്ക് എനിക്ക് ഇക്കിള് എപ്പോഴും ഇക്കിള് ഒന്നും സംസാരിക്കാനൊക്കത്തില്ല. ഒന്ന് ഗ്ലാസ് വെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ തന്നെ ഇക്കിള് വരുക. ഒറ്റ കോഴ്സ് മരുന്നേ കൊടുത്തുള്ളൂ. അതൊക്കെ എത്ര സ്കാൻ ചെയ്യുന്നറിയാം ഹോസ്പിറ്റലുകാർ തന്നെ. 2-3 MRI സ്കാൻ എടുത്തുകൊണ്ട് രക്ഷകർത്താക്കൾ നടന്നത്. നോക്കുമ്പോൾ ഒന്നിലൊന്നും കാണത്തില്ല. അതിന് വരിക എന്ന് പറയുന്ന അകത്തോട്ട് വലിക്കുന്ന ഈ വായുവിന് പഴയ കാലത്തെ ശാസ്ത്രം ക്ഷയ കാസം, അതിൻ്റെ പേര് പരതാതി മാത്രമേ എന്ന് പറയാം ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. അതും 5 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദ ചികിത്സ എന്താ ഇംഗ്ലീഷ് മരുന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇതിനെന്തോ ട്രീറ്റ്മെൻറ്റ് എന്ന് പോലും അതൊന്നും കണ്ടുപിടിക്കപ്പെടാത്ത പോയ രോഗങ്ങളാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഏമ്പക്കം, നിരന്തരമായിട്ട് ഇക്കപ്പ് വരുന്നത് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ശരി. അത് പിന്നെ നമുക്ക് ലിവറിൽ നിന്ന് വെള്ളം വീഴുന്ന ടൈപ്പുള്ള രോഗമാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ താമസിക്കും. പിന്നെ ചില മരുന്ന് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതുപോലെ ചിലവുള്ള മരുന്നുകളുണ്ട്. വലിയ ഇപ്പോൾ 1 ഗ്രാം കസ്തൂരി വേണമെങ്കിൽ 4500 കൊടുക്കണം. അത് പക്ഷേ ആ രോഗിക്ക് അത് വേണ്ടി വന്നാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ലിവർ സിറോസിസ്, അതുപോലെ ലിവർ പ്യൂറോസിസ് വന്നു, തകർച്ചയുടെ വക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് പ്ലേറ്റ്ലെറ്റ് ഓക്കെ ആയി അതൊക്കെ 2-3 സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം ഇയാൾക്ക് എത്ര % രക്ഷപ്പെടുത്താൻ പറ്റും. എന്നിട്ട് വേണം വലിയ വിലയുള്ള മരുന്നുണ്ടാകും. അല്ല ആദ്യം ചെല്ലുന്ന പാടെ അത്യാവശ്യം മാത്രം കൊടുക്കുക. ആ രോഗിക്ക് ചികിത്സ ഭേദം വരുന്ന അല്ലെങ്കിൽ മരുന്ന് കൊടുക്കരുത്. ഈ ശോഷിച്ചു പോയ ലിവർ ആണെങ്കിൽ ആ പഴയ കണ്ടീഷൻ എത്ര % വരുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ശരി. അല്ല നമുക്ക് പറയാം, നമ്മളല്ല തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഡയബറ്റിക്കിന് മരുന്നില്ല. ഞങ്ങൾ ഈ മേഹാനന്ദം എന്നും പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് ഡയബറ്റിക് കുറയ്ക്കാനല്ല, ഡയബറ്റിക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുകയും വേണം. അതിൻ്റെ അനുബന്ധമായിട്ട് നമ്മുടെ ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റിറ്റിനോപ്പതി 3 ഡയബറ്റിക് തയ്യാറാക്കുന്നത്. ആ ഗുളിക ക്യാപ്സൂൾ കഴിച്ചാൽ ക്യാപ്സൂളായിട്ട് മേഹാനന്ദം കഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ആന്തരിക അവയവത്തിന് പ്രൊട്ടക്ഷൻ കിട്ടും. ശരി. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നു. നെക്സ്റ്റ് മാസം വീണ്ടും കൊണ്ട് പരിശോധിക്കുന്നു. അപ്പോൾ കുറയുമ്പോൾ ഡോക്ടർ ഇംഗ്ലീഷ് മെഡിസിൻ്റെ അളവ് കുറച്ച് കൊടുക്കും. ഇത് വീണ്ടും കഴിക്കുന്നു. ഈ ഇംഗ്ലീഷ് മരുന്നിൻ്റെ നല്ലൊരു കുറവ് വന്നു കഴിയുമ്പോൾ ഈ ആയുർവേദ മരുന്നും ഈ ഇംഗ്ലീഷ് മരുന്നും വളരെ കാലത്തേക്ക് പിന്നെ ഇടവിട്ട് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ കിഡ്നിക്കോ ഞരമ്പിനോ കണ്ണിനോ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ആയുർവേദം ചെയ്യുന്നത്. അല്ലാതെ ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് ഈ സൈഡ് എഫക്ട്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം. ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പനേഷ്യ ഓയിൽ അടിച്ചാൽ മതി. ഓക്കെ, 1 വർഷത്തെ ഡീറ്റെയിൽ കിട്ടും. ഇനി എനിക്ക് അറിയാനുള്ളത് അങ്ങയുടെ കൺസൾട്ടിംഗ് ടൈമാണ്. ഏതൊക്കെ ദിവസങ്ങളാണ് നമുക്ക് ഈ ആഴ്ച വെള്ളി, ശനി, ഞായറും കൈതമുക്കലുണ്ട്. അല്ലാത്ത ദിവസം ശനിയും ഞായറും, എല്ലാ ശനിയും ഞായറും 10 തൊട്ട് 5 വരെ ഉണ്ടായിരിക്കും. എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ, ഈ കൈതമുക്കലാണ്, ഉപ്പിടാമൂട് പാടത്തിൻ്റെ താഴെ. പിന്നെ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ 8592927880 വിളിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം നമ്മൾ ദൂരോട്ടൊക്കെ മരുന്ന് അയച്ചു കൊടുക്കുക. ഇവിടുന്ന് നമ്മൾ നേപ്പാളിനെ വരെ അയക്കുന്നുണ്ട്. രോഗവിവരം പൂർണ്ണമായിട്ട് ഞാൻ അയക്കും. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ ഡോക്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഡൽഹിയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഡോക്ടർ നേഴ്സും രോഗത്തിന്റെ ഭാഗമായിട്ട് അവർ പത്തനംതിട്ടക്കാരും കോടിച്ചേരിക്കാരൊക്കെയാണ്. ശരി. ഇതുപോലുള്ള പ്രോഗ്രാംസ് തീർച്ചയായിട്ടും ജനങ്ങൾക്കൊരു അവയർനെസ് ആണ്. കാരണം പലരും ഇത്തരത്തിലുള്ള ഞാൻ പറയുന്നുണ്ട്, ഏതെങ്കിലും അപൂർവമായിട്ടുള്ള രോഗങ്ങൾ ചികിത്സ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചറിയിച്ചാൽ നമുക്കുണ്ടെങ്കിൽ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റും. ശരി. ഇപ്പോൾ തൈറോയിഡ്, അതുപോലെ ഇൻവിനിലെ ഹെർണിയ, 2 സൈഡിൽ കടല വീകുന്നു, അതുപോലെ എൻ്റെ ഹൈഡ്രോസിൽ, അത് 2നും നമുക്ക് ഓപ്പറേഷൻ വേണ്ട. ഓപ്പറേഷൻ കൊണ്ടുപോകുന്ന ആളെ വിളിച്ച് ഞാൻ ചെയ്യിക്കാതെ 82 വയസ്സുള്ള ഒരാൾ, ഒരു പേഷ്യൻ്റ് എനിക്ക് കരുവാറ്റയിൽ മാറി. അയാൾക്ക് ഓപ്പറേഷൻ പേടിയായിരുന്നു. അത് ഉള്ളിൽ കഴിക്കുന്ന ഒരു മരുന്നും പുറമേ വരട്ടുന്ന രോഗിയിലും ഒരു പൊടി, അത് 2ഉം എക്സ്റ്റേണലായിട്ടാണ്. ഹെർണിയയുടെ ആദ്യം എൻ്റെ കട്ടിയങ്ങ്, പക്ഷേ ആ വീങ്ങി കിടക്കുന്ന കുറേ കാലം വീങ്ങി കിടക്കും, പക്ഷേ അസുഖം മാറും. അത് കുടലിറക്കം, കൂടുതൽ കയറ്റം,
വെള്ളം ഇറങ്ങി കിട്ടുന്നു. ശരി. 3 ടൈപ്പായിട്ട് നമുക്ക് മാറ്റാം. അതുപോലെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ വീക്കം അതും മാറ്റിയെടുക്കാൻ പറ്റും. പ്രോസ്റ്റേറ്റ് മരുന്നുണ്ട്, സിദ്ധവ, ഞാൻ ചെയ്യാറേ ഇല്ല, എൻ്റെ കയ്യിലുണ്ടത്. ശരി. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഒക്കെ മരുന്നില്ല, എല്ലാത്തിൻ്റെ ഗ്രന്ഥം സ്റ്റോക്ക്. ആസ്മയ്ക്ക് ഇപ്പോൾ ഞാൻ പകുതി തൊട്ടിട്ടു. ആസ്മയൊക്കെ ഒരു പരിധി വരെ മാറ്റാം. ഓക്കെ വൈദ്യരെ, എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. എന്നാൽ ഇനിയൊരു അവസരത്തിൽ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇത്രയും സമയം അങ്ങ് വളരെ വിലപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമുക്കായിട്ട് തന്നത്. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ജയ്ഹിന്ദിൻ്റെ പേരിലും മെഡിടോക്കിൻ്റെ പേരിലും. താങ്ക് യു സോ മച്ച് വൈദ്യർ. നമസ്കാരം. ഏതായാലും ഇന്നത്തെ മെഡിടോക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ആരോഗ്യ പ്രതിബദ്ധതയുള്ള മറ്റു വിഷയങ്ങളുമായി കാണാം. അതുവരേക്കും കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം.